ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് പാർലമെന്റിൽ കണ്ട കാഴ്ചയും ഇന്നത്തെ കോടതി ഉത്തരവും ഒരേ ദിവസമായത് യാദൃശ്ചികമല്ല എന്ന് കരുതുകയാണ്. പാർലമെന്റിലെ കാഴ്ച ഈ ചെങ്കോൽ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രപതിക്ക് അവിടെ ക്ഷണമുണ്ടായിരുന്നില്ല. പക്ഷേ ചെങ്കോൽ വെച്ചുകൊണ്ടാണ് ഇന്ന് സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല ചെങ്കോലിന് പിന്നാലെ പോകുന്നു. മാത്രമല്ല അവിടെ ജയ് ശ്രീറാം വിളികളും ഉണ്ടായിരുന്നു ഭരണപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്ന്. അതുകൂടാതെ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രതികരണത്തിന് ഒടുവിൽ ജയറാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇനി മുതൽ അങ്ങനെയായിരിക്കും. എല്ലാ BJP നേതാക്കളും ആ രൂപത്തിലാണ് ഇനി പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോൾ ഭൂരിപക്ഷ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിലേക്ക് നമ്മുടെ മുഴുവൻ സിസ്റ്റവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇനി കോടതികളും ആ രൂപത്തിലേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. ഈ 1600 പൊളിച്ച ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. 1600 എന്ത് നീതിയാണ് ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചത്, നേരത്തെ പ്രകാശ് രാജ് ഇങ്ങനെ പ്രതികരണം നടത്തിയിരുന്നു. ഭരണകൂടം കുഴിക്കുന്ന ഭരണകൂടമാണ്. കുഴിച്ച ആദ്യം പള്ളി പൊളിച്ച് താഴേക്ക് കുഴിച്ചു നോക്കുമ്പോൾ ഒരു ക്ഷേത്രം കാണും. വീണ്ടും കുഴിച്ച് താഴേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധക്ഷേത്രം കാണും. അങ്ങനെ കുഴിച്ച് പോയി താഴേക്ക് പോയി ആ പഴയ ചരിത്രത്തെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ച് നമ്മൾ പുരോഗമന ആശയങ്ങളിലേക്കല്ല പോകുന്നത്, താഴേക്ക് പിന്നാക്കം സഞ്ചരിക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ്. അങ്ങനെ മതരാഷ്ട്രമായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ ഇന്ന് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ വർഷങ്ങളുടെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ വാരാണസിയിലെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന് സമീപത്തെ പള്ളി തങ്ങൾക്ക് കിട്ടണമെന്ന ഹിന്ദുക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം, അതിനോട് ഇന്ത്യയിലെ കോടതികൾ എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നുള്ളതും ഒന്നും ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ സംഘപരിവാർ സംഘടനകൾ 1991 ഗ്യാൻവാപിയുടെ നിയന്ത്രണം ആവശ്യപ്പെട്ട് ഈ കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ പള്ളിയും ക്ഷേത്രവും ഒരു പ്രശ്നവുമില്ലാതെ നിലനിൽക്കുന്നതാണ് എന്നാണ് അന്ന് വഖഫ് ബോർഡ് വാദിച്ചത്, അല്ലേ? അതിനുശേഷം 2019 ഈ അയോധ്യ വിധിക്ക് ശേഷമാണ് ഇത് ചൂടുപിടിക്കുന്നത്. അതിനുശേഷമാണ് അവർക്കൊരു ആത്മവിശ്വാസം ഇതിൽ വരുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ആവശ്യപ്പെട്ട് ഹർജി നൽകുന്നു. വാരണാസി കോടതി സർവേ നടത്താൻ ഉത്തരവിട്ടു എന്ന് മാത്രമല്ല, ഇത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് കോടതി പറയുകയാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് കോടതി എത്തി. എന്ത് പ്രാധാന്യമാണ് അവിടെ ഉള്ളത്? ഏതോ ഒരു വർഗീയവാദികൾ പള്ളിയല്ല ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ അതിലാണ് ദേശീയ പ്രാധാന്യമെന്ന് കോടതിക്ക് പോലും തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ആർക്കിയോളജിക്കൽ സർവേ നടത്തിയ പഠനങ്ങളോട് പല ആർക്കിയോളജിസ്റ്റുകൾ തന്നെ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതാണ് ശരി എന്ന രൂപത്തിലേക്ക് വ്യാഖ്യാനം കൊണ്ടുവന്നല്ലോ. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനം കൊണ്ടുവന്ന് അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച് അതാണ് സത്യമെന്ന രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധൂകരണം ആ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു. അയോധ്യയുടെ വഴിയിലാണെന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല. RSS മേധാവി അന്ന് പറഞ്ഞത് ഇനി നമുക്ക് തൽക്കാലം നിർത്താമെന്ന് പറഞ്ഞു. ഗ്യാൻവാബി എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. നമ്മൾ കേട്ട പറ്റില്ല. അതിനുശേഷം ഗ്യാൻവാബിയെ കുറിച്ച് പറയുന്നു. ഞാൻ മുഴുവൻ ഇരുന്ന് കേട്ടതാണ്. ഗ്യാൻവാബി എന്ന് പറയുന്നുണ്ട്. ഗ്യാൻവാബിയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഗ്യാൻവാബിയും നമ്മൾ ഗ്യാൻവാബിയിൽ വിഷയമുണ്ടാക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാവാം. ആ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത് എന്നാണ്. ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഈ രൂപത്തിൽ ഈ നേരത്തെ പറഞ്ഞ 91 ആരാധന നിയമം, ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിയമം ഉണ്ടോ എന്നെങ്കിലും കോടതികൾ ഇനി പറയണം, അല്ലേ? ആ നിയമം നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ ഓരോയിടത്തും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ പഴയ പള്ളികൾ കുഴിക്കാനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഇങ്ങനെ ഓരോരോ കോടതികളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഇനി പ്രതിരോധത്തിൻ്റെ ഒന്നും കാര്യമില്ല, പ്രതിരോധിച്ചിട്ട് കാര്യമില്ല എന്ന രൂപത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തുകയാണോ എന്ന് പോലും സംശയമുണ്ട്. ഇന്നിപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ശക്തമായ പ്രതികരണമൊന്നും ഈ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. Meet the editors.